അള്ളാഹുവിന്റെ മുന്നിൽ ചരിത്രമായി ഈ കാലത്തോളം അതിന്റെ അനുസ്യൂതമായി ആ തല ഉയർത്തി നിൽക്കുന്ന സ്മാരകങ്ങളായി അവയുള്ള കാലത്തോളം സാധ്യമല്ല എന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ആര് വിസ്മരിച്ചാലും ശരി, അതിന്റെ പേരിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, നേതാക്കന്മാരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് എത്ര വേണമെങ്കിലും തോൽപ്പിക്കാം. പക്ഷേ ഈ പാർട്ടിയെ തോൽപ്പിക്കാം, ഈ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാം, നേതാക്കന്മാരെ തോൽപ്പിക്കാം. പക്ഷേ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനോ നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നത് പ്രവർത്തകന്മാരുടെ നെഞ്ചിൽ കുടിയിരുത്തപ്പെട്ട പാർട്ടിയെ സാക്ഷിയാക്കി പറയാൻ സാധിക്കും. ഇത് മനസ്സിലാണ് പാർട്ടി, ഹൃദയത്തിലാണ് മുസ്ലിം ലീഗ്. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഹൃദയത്തിലാണ് മുസ്ലിം ലീഗ്. സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും ലാഭത്തിന് വേണ്ടിയല്ല, എന്തെങ്കിലും കച്ചവട താല്പര്യത്തിന് വേണ്ടിയല്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ തങ്ങളുടെ പ്രസ്ഥാനത്തെ, തങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചത് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല, ഒരു സമുദായത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി. നാളെ ഇന്നലകളിൽ ഉത്തരേന്ത്യക്കാർക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ, കാശ്മീരികൾക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ. നമുക്കറിയാം, ഗുജറാത്ത് മറക്കാൻ നമുക്ക് സാധിക്കുമോ? ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ മറക്കാൻ നമുക്ക് സാധിക്കുമോ? സാഹിറ ഷൈഖ് എന്ന് പറയുന്ന പെൺകുട്ടി ആദ്യം പോലീസ് അധികാരികളോട് പറഞ്ഞത്, എന്റെ പിതാവിന്റെ ബെസ്റ്റ് ബേക്കറിയിലേക്ക് ഒരു സംഘം ആളുകൾ കടന്നു വന്ന് എന്റെ പിതാവിനെ അവിടെ ആദ്യം അവർ വെട്ടിക്കൊല്ലുന്നു, എന്നിട്ട് എന്റെ മാതാവിനെ പൊക്കിയെടുത്തുകൊണ്ടുപോയി അവർ ഒരു ഭാഗത്ത് വെച്ച് അവർ ബലാത്കാരം ചെയ്യുന്നു. രണ്ടാമത് എന്റെ സഹോദരി അവരുടെ കണ്ണിൽ പെടുകയാണ്. കണ്ണിൽ പെട്ടപ്പോ അവിടെ എന്റെ സഹോദരിയെ അവർ അവിടെ വെച്ച് ബലാത്കാരം ചെയ്യുന്നു. ഒരു പെട്ടിയുടെ മറവിൽ ഇരിക്കുകയായിരുന്ന എന്നെ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, കാണാൻ കഴിഞ്ഞില്ല. എന്റെ സഹോദരനെയും സഹോദരിയെയും രണ്ട് ഉമ്മയെയും അതുപോലെ തന്നെ പിതാവിനെയും കൊല്ലുന്നത് എനിക്ക് ഈ കണ്ണുകൾ കൊണ്ട് കണ്ടു നിൽക്കേണ്ടി വന്നു. എന്നിട്ട് കൊന്നതിന് ശേഷം ബെസ്റ്റ് ബേക്കറിയുടെ മുമ്പിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കുമ്പോ ആ അഗ്നിക്ക് സാക്ഷിയായി ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു എന്ന് സാഹിറ ഷൈഖ് എന്ന് പറയുന്ന പെൺകുട്ടി പറയുക. അവസാനം 40 ലക്ഷം ഉറുപ്പികക്ക് ഒരു BJPയുടെ MLA കൊടുത്ത 40 ലക്ഷം ഉറുപ്പികയുടെ നോട്ടുകെട്ടുകൾക്ക് മുന്നിൽ ബോംബെയുടെ ഹൈക്കോടതിയിൽ വെച്ച് തന്റെ മൊഴി മാറ്റി പറഞ്ഞുവെങ്കിൽ പോലും സത്യത്തെ മറക്കാൻ, അള്ളാഹുവിന്റെ മുന്നിൽ നടന്നിട്ടുള്ള ഈ സത്യത്തെ മറക്കാൻ 1000 സാഹിറ ഷൈഖുമാർ വിചാരിച്ചാലും സാധ്യമല്ല. നിരവധി ആളുകൾ ഗർഭിണികളായ സ്ത്രീകളുടെ കുടലുകളിലേക്ക് ത്രിശൂലം കയറ്റിയിട്ട് വളർന്നു നിൽക്കുന്ന ഗർഭപാത്രത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ വലിച്ചെടുത്ത് ഒരപരാധവും ചെയ്യാത്ത മക്കൾ ഉമ്മമാരുടെ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ഒരു സമുദായത്തിന്റെ പിറകിൽ അണിചേർന്നു പോയ അവിടുത്തെ ഉമ്മമാരുടെ വയറ്റിൽ കിടക്കേണ്ടി വന്നു. അവരുടെ പൊക്കിൽ കൂടി ബന്ധമുണ്ടായി പോയി എന്ന അപരാധത്തിന്റെ പേരിൽ ഭൂമി എന്ത്, സ്വർഗമെന്ത്, നരകമെന്ത് എന്നറിയാത്ത കുഞ്ഞുങ്ങൾ ഈ ത്രിശൂലത്തിന്റെ മുകളിൽ കുത്തി നിർത്തിയിട്ട് എന്നിട്ട് അഗ്നിയിലെ അവരെ വെച്ചു കൊടുത്ത് അവിടുന്ന് തന്തൂരി ചിക്കൻ പോലെ ഈ കുട്ടികളെ അഗ്നിയിലേക്ക് വെച്ചു കൊടുത്ത് അവസാനം ഈ ചാരമെടുത്ത് മരിച്ചു കിടക്കുന്ന മാതാവിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുമ്പോ ഈ സമുദായത്തിനെ രക്ഷിക്കാൻ കായികമില്ലത്തിനോട് നിങ്ങൾ തിരിച്ചു പോകുക എന്ന് പറഞ്ഞ ആളുകൾക്ക് അവിടെ സാധിച്ചില്ല. കായികമില്ലത്തിനോട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ ആളുകൾക്ക് അവിടെ സാധിച്ചില്ല. ആ ഘട്ടത്തിൽ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രിയും അന്ന് അഷ്വറൻസ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്ന ഈ അഹമ്മദ് സാഹിബ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ അവിടുന്ന് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയാണ്. അമേരിക്കയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുക അദ്ദേഹം. ആ സമയത്താണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത്. ഉടനെ തന്നെ കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഫോൺ കോൾ പോവുകയാണ്. അടിയന്തരമായി ഗുജറാത്ത് കത്തിയെരിയുകയാണ്. അഹമ്മദ് സാഹിബ് അടിയന്തരമായി ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് ഗുജറാത്തിലേക്ക് പോകണം. സന്ദേശവും ആജ്ഞയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടേതാണ്. അഹമ്മദ് സാഹിബ് തൻ്റെ MP-മാരുടെ സംഘത്തെയും അഷ്വറൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലക്ക് കൂട്ടിക്കൊണ്ടുപോയ അഹമ്മദ് സാഹിബ് അവിടെ ആ ദൗത്യം മറ്റ് ഏൽപ്പിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. പാലം വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുന്നു. ഞാൻ നാളെ ഗുജറാത്തിലേക്ക് വരുന്നു എന്ന സന്ദേശം കൈമാറുന്നു. എന്താ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത്? പ്രിയപ്പെട്ട അഹമ്മദ്, നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് പോവാം, പക്ഷേ എൻ്റെ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. DGPയെ ബന്ധപ്പെട്ടു. ഗുജറാത്തിലെ DGPയോട് പറഞ്ഞു, അഹമ്മദ് സാഹിബ് ഞാൻ നാളെ ഗുജറാത്തിലേക്ക് വരികയാണ്, ആ ഗുജറാത്തിന്റെ മണ്ണിലേക്ക് ഞാൻ നാളെ വരികയാണെന്ന് അഹമ്മദ് സാഹിബ് പറഞ്ഞപ്പോ DGPയുടെ മറുപടിയും മറിച്ചായിരുന്നില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് അവിടുത്തെ DGPയും പറഞ്ഞത്. പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് പോകാം, പക്ഷേ ഞങ്ങളുടെ സംസ്ഥാന പോലീസിന്റെ ഒരു സെക്യൂരിറ്റിയും തരാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ വരവിന്റെ ഫലമായി വീണ്ടും ഒരു കലാപം ഉണ്ടാവുകയാണെങ്കിൽ താങ്കളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് DGP മുന്നറിയിപ്പ് കൊടുത്തതോടുകൂടി
അഹമ്മദ് സാഹിബ് വീണ്ടും ഗുജറാത്ത് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് പറയുന്നു, പ്രിയപ്പെട്ട നരേന്ദ്രമോദി, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും എൻ്റെ നാളത്തെ യാത്ര എനിക്ക് നിർത്തിവെക്കാൻ കഴിയില്ല. നിങ്ങൾ എന്ത് തന്നാലും ശരി, സെക്യൂരിറ്റി തന്നാലും തന്നില്ലെങ്കിലും ശരി, എൻ്റെ നാളത്തെ യാത്ര എനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ഞാൻ നാളെ ഗുജറാത്തിലേക്ക് വരിക തന്നെ ചെയ്യും. ഞാൻ നാളെ ഗുജറാത്തിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ എനിക്ക് എൻ്റെ മുഖ്യമന്ത്രി അത് പാണക്കാട് തങ്ങളാണ്. എന്റെ DGP എന്നെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയച്ച അങ്ങ് കൊടപ്പനക്കൽ തറവാട്ടിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ ദിശാബോധത്തോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് എന്റെ DGP. അതുകൊണ്ട് ആ തങ്ങളുടെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പിന്മാറാൻ കഴിയില്ല. ഞാൻ അവിടത്തേക്ക് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഓർക്കുക, അഹമ്മദ് സാഹിബിനെ സ്വീകരിച്ചത് ഗുജറാത്ത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനോ അല്ലെങ്കിൽ ഗുജറാത്ത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോ ആയിരുന്നില്ല. അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നത് നമുക്കറിയാം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗുജറാത്ത് ഘടകത്തിന്റെ ആ ഘടകമാണ് അഹമ്മദ് സാഹിബിനെ സ്വീകരിക്കാൻ പോയത്. അഹമ്മദ് സാഹിബിനോട് അവർ കെട്ടിപ്പുണർന്നുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അദ്ദേഹത്തിന്റെ കോട്ടിനകത്ത് തങ്ങളുടെ കണ്ണുനീർ കൊണ്ട് നനപ്പിച്ച് അവർ പറഞ്ഞു, അഹമ്മദ് സാഹിബ്, ഞങ്ങൾ ഇന്നലെ വരെ, ഈ നിമിഷം വരെ ഞങ്ങൾ അനാഥരായിരുന്നു. ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു സമുദായം. ഞങ്ങൾ അനാഥമായിരുന്നു, ചോദിക്കാനും പറയാനും ആളില്ലാത്ത സമുദായം. ഈ മണ്ണിലേക്ക് അങ്ങ് വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു സനാതന ബോധം തോന്നിയത്. പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ്, ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും ആദ്യമായി ഈ ഗുജറാത്തിന്റെ മണ്ണിൽ ചവിട്ടുന്ന ആദ്യത്തെ ഒരു പാർലമെന്റ് അംഗമാണ് താങ്കൾ. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഈ ഗുജറാത്തിന്റെ മണ്ണിൽ ആദ്യമായി ഈ മണ്ണ് ചവിട്ടുന്ന, ഉഴുതുമറിക്കപ്പെട്ട മണ്ണ് ചവിട്ടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ മയ്യത്തുകൾ ആയിരക്കണക്കിന് കൂട്ടിവെച്ചപ്പോഴും അതൊന്നും മറവ് ചെയ്യാൻ പോലും കഴിയാതെ പകച്ചു നിൽക്കുന്ന സമുദായത്തിന്റെ മുന്നിലേക്ക്, അവിടെ പകച്ചു നിന്നുപോയ ഒരു സമുദായത്തിന്റെ മണ്ണിലേക്ക്, ഈ ഗുജറാത്തിന്റെ ഉഴുതുമറിക്കപ്പെട്ട മണ്ണിലേക്ക് ആദ്യമായി കാല് ചവിട്ടുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നേതാവാണ് അഹമ്മദ് സാഹിബ്. അങ്ങെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അതുകൊണ്ട് അങ്ങക്ക് എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത് ഈ ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങയോട് എങ്ങനെയാണ് കടപ്പാട് അറിയിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്ത്യൻ മുസ്ലിം രാഷ്ട്രീയത്തിലെ ആദ്യത്തെ ഒരു നേതാവാണ് ഈ ഗുജറാത്തിന്റെ, ഈ കലാപത്തിന്റെ അഗ്നികുണ്ഡം ഒരുക്കപ്പെട്ട ഈ ഗുജറാത്തിന്റെ മണ്ണിൽ, അഗ്നി അവസാനിച്ചിട്ടില്ലാത്ത ഈ ഗുജറാത്തിന്റെ മണ്ണിൽ ഇപ്പോഴും ശിരസറ്റ് പോയവരുടെ മയ്യത്തുകൾ ഇവിടുന്ന് കഴുകന്മാർക്ക് ഭക്ഷണമായി നിൽക്കുമ്പോഴും ഈ ഗുജറാത്തിന്റെ മണ്ണിലേക്ക് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിലെ, ഇന്ത്യൻ മുസ്ലിം പാർട്ടികളെ, ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിലെ ആദ്യത്തെ ഒരു നേതാവായി ഈ മണ്ണ് ചവിട്ടുന്നത് നിങ്ങളാണ് അഹമ്മദ് സാഹിബ്. ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഈ സമുദായത്തിന് വേണ്ടി, ഗുജറാത്തിലെ സമൂഹത്തിന് വേണ്ടി, ഗുജറാത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഗുജറാത്തിലെ അധസ്ഥിതരായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എങ്ങനെയാണ് അങ്ങയോട് നന്ദി പ്രകടിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ അഹമ്മദ് സാഹിബ് പറഞ്ഞ മറുപടി, നിങ്ങൾ അഹമ്മദിനോടല്ല നന്ദി പറയേണ്ടത്, നിങ്ങൾ ഈ അഹമ്മദ് എന്ന് പറയുന്ന MP-യോടല്ല നന്ദി പറയേണ്ടത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായ അഹമ്മദിനോടല്ല നന്ദി പറയേണ്ടത്. നിങ്ങൾ നന്ദി പറയേണ്ടത് സുരക്ഷാ ബോധമുണ്ടാക്കി കേരളത്തിലെ മുസ്ലിങ്ങളെ തള്ളക്കോഴിയെ പോലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയങ്കരനായ നേതാവുണ്ട്. ആ നേതാവാണ് എന്നെ ഗുജറാത്തിന്റെ മണ്ണിലേക്ക് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വിളിച്ച് അയച്ചിട്ടുള്ളത്. ആ നേതാവ് അത് ഞങ്ങളുടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ആ ശിഹാബ് തങ്ങളോടാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത് എന്ന് അഹമ്മദ് സാഹിബ് അവിടെ നിന്ന് പറയുകയും എന്നിട്ട് ഷാ ആലം അഭയാർത്ഥി ക്യാമ്പിലേക്ക് ആ ആളുകളുടെ കൂടെ പോവുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്ര ദുരിതപൂർണമായ ഒരു ജീവിതം നയിക്കേണ്ടി വന്ന ഗുജറാത്തികൾക്ക് പോലും സംരക്ഷിത വലയം തീർക്കുന്നതിന്, അവരോടൊന്ന് ആശ്വാസം അർപ്പിക്കുന്നതിന്, അവർക്ക് ആശ്വാസമൊന്ന് ചോദിച്ചറിയുന്നത്, അവരുടെ ആശ്രയത്വം ഉറപ്പിക്കുന്നതിന്, അവർക്ക് സനാതന ബോധം ഉണ്ടാക്കുന്നതിന് ഈ ഹരിതചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാകക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ CH-ന്റെ യുഗത്തോടെ അവസാനിച്ചു എന്ന് ഇപ്പോൾ എതിരാളികൾ പറയുമ്പോഴും അത് മുസ്ലിം ലീഗിനെ ചെറുതാക്കുന്നതിന് വേണ്ടിയാണ്. വർത്തമാനകാലത്തിലെ മുസ്ലിം ലീഗിനെ ചെറുതാക്കുന്നതിന് വേണ്ടിയാ. അപ്പോഴും നമ്മൾ ആലോചിച്ചു നോക്കും, പറയുന്നത് ശരിയല്ലേ? CH-ന്റെ കാലം വരെ ശരിയായിരുന്നു മുസ്ലിം ലീഗ്, CH-ന്റെ കാലത്തിന് ശേഷം മോശമായ മുസ്ലിം ലീഗ് എന്നാണത്രേ എതിരാളികളുടെ പ്രചരണം. അത് ശരിയല്ല. CH നേടിത്തന്ന 12% സംവരണം അത് കേരളത്തിലെ മുസ്ലിങ്ങൾ അവർക്ക്